നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ പവർഫുൾ റിവിഷൻ ഡേ 4 ആണിന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ഇന്ത്യയുടെ ഗതാഗതം. അപ്പോൾ ഗതാഗത മാർഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെയിൽവേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് ദേശീയ പാതകൾ, ജലപാതകൾ എന്നീ ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായി അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായി അറിയപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അപ്പൊ 16ാം നൂറ്റാണ്ടിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരി. ഷേർഷാ സൂരി 16ാം നൂറ്റാണ്ടിലാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് സഡക് ഇ അസം. സഡക് ഇ അസം എന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോങ് വാക്ക് എന്നറിയപ്പെട്ടിരുന്നതും ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അപ്പോൾ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ പറ്റി എന്തൊക്കെ പഠിക്കണം? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായി അറിയപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. 16ാം നൂറ്റാണ്ടിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് സഡക് ഇ അസം എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോങ് വാക്ക് എന്നറിയപ്പെട്ടത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ദേശീയപാതകളുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷം 1988. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയായി അറിയപ്പെടുന്നത് NHDP. NHDP ആണ് ദേശീയപാത വികസന പദ്ധതി. ദേശീയപാത വികസന പദ്ധതിയായ തെക്ക് വടക്ക് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ശ്രീനഗർ, കന്യാകുമാരി. ശ്രീനഗറിനെയും കന്യാകുമാരിയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കിഴക്കു പടിഞ്ഞാറൻ ഇടനാഴി ബന്ധിപ്പിക്കുന്നത്? ഗുജറാത്തിലെ പോർബന്ദറിനെയും അസമിലെ സിൽച്ചാറിനെയുമാണ് കിഴക്കു പടിഞ്ഞാറൻ ഇടനാഴി ബന്ധിപ്പിക്കുന്നത്. ഗുജറാത്തിലെ പോർബന്ദറിനെയും അസമിലെ സിൽച്ചാറിനെയുമാണ്. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇടനാഴികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ ഝാൻസി. അപ്പൊ ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇടനാഴികൾ കൂടിച്ചേരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഏതൊക്കെ സ്ഥലങ്ങളെയാണ് NH44 ബന്ധിപ്പിക്കുന്നത്? കാശ്മീർ, തമിഴ്നാട്. കാശ്മീരിനെയും തമിഴ്നാടിനെയുമാണ് NH44 ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് അടിപൊളി ക്ലാസ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്ററായ സൂപ്പർ ട്രെയിനറായ മൻസൂർ അലി സാർ അടക്കമുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അൺഅക്കാഡമി കേരള PSCയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് 40 മണിക്കൂർ ഡെയിലി ക്ലാസ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 3500+ കോഴ്സസ്, 30-ലധികം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, ഡെയിലി ടെസ്റ്റ് സീരീസ് വിത്ത് ലൈവ് സ്കോഴ്സ്. അപ്പൊ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. പെയ്ഡ് ക്ലാസ്സസ് കാണണമെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ നമ്മുടെ PSCയുടെ സൂപ്പർ ട്രെയിനറായ മൻസൂർ അലി സാർ നയിക്കുന്ന ടെസ്റ്റ് സീരീസ് ജനുവരി 22 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഡെയിലി ടെസ്റ്റ് സീരീസ് ആണ്. അതായത് 20 മിനിറ്റ് ചോദ്യങ്ങൾ, 20 മിനിറ്റിൽ 20 ചോദ്യങ്ങൾ ഡെയിലി 8 PM ജേതാവ് T20 സീരീസ് എന്നാണ് ഈ സീരീസിന്റെ പേര്. ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് അൺഅക്കാഡമിയുടെ 1 month സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. സെക്കൻഡ് പ്രൈസിന് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് 1200 രൂപയുടേത്. തേർഡ് പ്രൈസ് 800 രൂപയുടെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് ആണ് ലഭിക്കുന്നത്. ഈ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫ്രീ മോക്ക് ടെസ്റ്റ് അൺഅക്കാഡമി 10th ലെവൽ പ്രിലിംസിനെ ഫോക്കസ് ചെയ്ത് 27, 28, 29, 30, 31 തീയതികളിൽ നടത്തുന്നതാണ്. അത് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ്സ് എൻറോൾ ചെയ്യുന്നത് എന്ന് പറയാം. അൺഅക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.
കോഴ്സിന്റെ അവിടെ കേരള PSC എന്ന് ചൂസ് ചെയ്യുക. അതിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് സ്ക്രീനിൽ കാണുന്നത് പോലെ ഫ്രീ ലൈവ് ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇവിടെ ഒരു കോഡ് ചോദിക്കും. ഞങ്ങളുടെ റെഫറൽ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അൺഅക്കാഡമി പ്ലസിനെ പറ്റി പറഞ്ഞാൽ പ്ലസിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ക്ലാസ്സസ് ആണ് പോകുന്നത്. എല്ലാവർക്കും ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ അതിന്റെ അവരൊരു സ്റ്റഡി പ്ലാൻ തരും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ 90 days 120 days കറക്റ്റ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ക്ലാസ് എടുക്കുന്നതാണ്. ലൈവായിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ട്. അപ്പോൾ പ്ലസ് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ 12th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി ഒരു 60 day ബാച്ച് കോഴ്സ് നടക്കാൻ പോവുകയാണ്. February 1 മുതലാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബാച്ച് കോഴ്സ് ഓൺലി ഓൺ അൺഅക്കാഡമി പ്ലസ്. അപ്പം അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത ശേഷം കേരള PSC ചൂസ് ചെയ്യുക. അതിലെ പ്ലസ് എന്ന ഓപ്ഷൻ എടുക്കുക. ഗെറ്റ് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ റെഫറൽ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്ലാനാണോ അതിന് 10% കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയാകും. ഒറ്റയടിക്ക് പൈസ കൊടുക്കാനില്ലാത്തവർക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഞങ്ങളുടെ റെഫറൽ കോഡ് മറക്കാതിരിക്കുക, ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസിയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ്. 2016 ദേശീയ ജലപാത നിയമപ്രകാരം ഇന്ത്യയിൽ എത്ര ദേശീയ ജലപാതകളാണ് നിലവിലുള്ളത്? 111 ദേശീയ ജലപാതകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 1 4 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നിലവിൽ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 1 ആണ്. ഹാൽദിയ, അലഹാബാദ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1. ഹാൽദിയയും അലഹാബാദിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായി സ്ഥിതി ചെയ്യുന്ന ജലപാതയാണ് ദേശീയ ജലപാത 1. അപ്പൊ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം, ഇപ്പൊ കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 3 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ആണെന്നും കൂടി ഓർത്തിരിക്കുക. വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡ, ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1988 ആണ്. എക്സ്പ്രസ് ഹൈവേ പദ്ധതിയായ സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈയാണ് സുവർണ ചതുഷ്കോണം പദ്ധതി ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ദേശീയ പാതകൾ, ജലപാതകൾ എന്നീ ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ്. വിമാനത്താവളങ്ങൾ. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1994. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1994. എയർപോർട്ട്സ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എയർപോർട്ട്സ് അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. വൻകിട നഗരമല്ലാത്ത പ്രദേശത്ത് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം. 1991 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത്. വീർ സവർക്കർ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലാണ് വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ്. അപ്പോൾ ഒരുപാട് വിമാനത്താവളങ്ങളും അതിന്റെ ആസ്ഥാനങ്ങളും പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് വീർ സവർക്കർ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ, രാജീവ് ഗാന്ധി അന്തർദേശീയ വിമാനത്താവളം ഹൈദരാബാദ്, ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പുട്ടപർത്തിയിലാണ്. ശ്രീ സത്യസായി വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുട്ടപർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സീറോ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ് സീറോ വിമാനത്താവളം. ഗോപിനാഥ് ബർദോളി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുവാഹട്ടിയിലാണ്. ഗോപിനാഥ് ബർദോളി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ലോക്നായക് ജയപ്രകാശ്
വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ പാട്നയിലാണ് ലോക്നായക് ജയപ്രകാശ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ വിമാനത്താവളം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വാമി വിവേകാനന്ദ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്തർദേശീയ വിമാനത്താവളം ഗുജറാത്തിലെ ഏത് നഗരത്തിലാണ്? അഹമ്മദാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്തർദേശീയ വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. കുഷോക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം. ഏത് സംസ്ഥാനത്താണ്? ഇപ്പോൾ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു കാശ്മീരിലാണ്. ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള വിമാനത്താവളം ഏതാണ്? ബിർസ മുണ്ട വിമാനത്താവളം ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള വിമാനത്താവളം ഏതാണ്? രാജാ ഭോജ് ഭോപ്പാൽ. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം മധ്യപ്രദേശിലെ ഏത് പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻഡോറിലാണ് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലാണ് ഇൻഡോറിൽ. സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം സിയാലാണ്. ഛത്രപതി ശിവജി അന്തർദേശീയ വിമാനത്താവളം ഏത് നഗരത്തിലാണ്? മുംബൈ നഗരത്തിലാണ് ഛത്രപതി ശിവജി അന്തർദേശീയ വിമാനത്താവളം. ഏത് നഗരത്തിലാണ്? മുംബൈ നഗരത്തിലാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള വിമാനത്താവളം ഏത്? ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ വിമാനത്താവളം എവിടെയാണ്? നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ബിജു പട്നായിക് അന്തർദേശീയ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ബിജു പട്നായിക് അന്തർദേശീയ വിമാനത്താവളം. ഗുരു രാംദാസ് ജി അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലാണ് ഗുരു രാംദാസ് ജി അന്തർദേശീയ വിമാനത്താവളം. രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള വിമാനത്താവളം ഏത്? മഹാറാണ പ്രതാപ് വിമാനത്താവളമാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ളത്. ഏതാണ്? മഹാറാണ പ്രതാപ് വിമാനത്താവളം. സിക്കിമിലെ ഗാംഗ്ടോക്കിലെ വിമാനത്താവളം പക്കിയോങ് വിമാനത്താവളമാണ് സിക്കിമിലെ ഗാംഗ്ടോക്കിൽ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? പക്കിയോങ് വിമാനത്താവളം. ജോളി ഗ്രാൻഡ് എയർപോർട്ട് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ജോളി ഗ്രാൻഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. അപ്പൊ ഇത്രയാണ് വിമാനത്താവളങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വിമാനത്താവളങ്ങൾ, എപ്പോഴും ചോദിക്കാറുള്ള വിമാനത്താവളങ്ങൾ. അടുത്തത് തുറമുഖങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തുറമുഖങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ വൻകിട തുറമുഖങ്ങൾ ഉള്ളത്, അതായത് മേജർ തുറമുഖങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. 3 മേജർ തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതാണ്? കാണ്ട്ല. ഗുജറാത്തിലെ കാണ്ട്ലയാണ് ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം. കാണ്ട്ല തുറമുഖത്തിന്റെ പുതിയ പേര് എന്താണ്? ദീൻ ദയാൽ തുറമുഖം. ദീൻ ദയാൽ ഉപാധ്യായയുടെ പേരിട്ടിരിക്കുന്നത് കാണ്ട്ല തുറമുഖത്തിനാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ നവശേവ തുറമുഖം. ജവഹർലാൽ നെഹ്റു തുറമുഖം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏക കോർപ്പറേറ്റ് തുറമുഖം ഏതാണ്? തമിഴ്നാട്ടിലെ എണ്ണൂർ തുറമുഖമാണ് ഏക കോർപ്പറേറ്റ് തുറമുഖം. തമിഴ്നാട്ടിലെ എണ്ണൂർ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏതാണ്? കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം. കൊൽക്കത്തയാണ്. പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? ഗുജറാത്തിലെ മുന്ദ്ര. ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ മുന്ദ്രയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? ജൽ ഉഷ. ജൽ ഉഷയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? റാണി പത്മിനിയാണ്. റാണി പത്മിനിയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ ശിലാസ്ഥാപനം നടന്നത് എന്നാണ്? 1972 ഏപ്രിൽ മാസം. 1972 ഏപ്രിൽ മാസത്തിലാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ ശിലാസ്ഥാപനം നടന്നത്. കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ സഹായിച്ച ജാപ്പനീസ് കമ്പനിയാണ് മിത്സുബിഷി. ജപ്പാന്റെ സഹായത്തോടു കൂടിയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിച്ചത്. ഏത് ജാപ്പനീസ് കമ്പനിയാണ് സഹായിച്ചത് എന്ന് ചോദിച്ചാൽ മിത്സുബിഷിയാണ്. ഗാർഡൻ റീച്ച്
ഷിപ്പ് ബിൽഡേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കപ്പൽ നിർമ്മാണശാലയായ മസഗോൺ ഡോക്ക് എവിടെയാണ്? മുംബൈയിലാണ് മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. അപ്പം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്നത് ഏതാണ്? വിശാഖപട്ടണം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല നിലവിൽ വന്നത് എവിടെയാണ്? കാണ്ട്ല തുറമുഖത്തിലാണ്. കാണ്ട്ല സ്പെഷ്യൽ എക്കണോമിക് സോൺ എവിടെയാണ് നിലവിൽ വന്നത്? കാണ്ട്ല തുറമുഖം, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏത് പ്രധാന തുറമുഖത്തേക്കുള്ള പ്രവേശനചാലാണ് ഡോൾഫിൻ നോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? വിശാഖപട്ടണമാണ്. അപ്പൊ ഇന്ത്യയിലെ ഏത് പ്രധാന തുറമുഖത്തേക്കുള്ള പ്രവേശനചാലാണ് ഡോൾഫിൻ നോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖം വഴിയാണ്? മർമഗോവ വഴിയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. സുവാരി നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. മർമഗോവ തുറമുഖം സുവാരി നദിയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കർണാടകത്തിലെ പനമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. അപ്പൊ കർണാടകത്തിലെ പനമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖം ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ ആണ് ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. വി.ഒ. ചിദംബരനാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തൂത്തുക്കുടിയിലാണ്, തമിഴ്നാട്. അപ്പം തൂത്തുക്കുടിയിലാണ് വി.ഒ. ചിദംബരനാർ തുറമുഖം. തൂത്തുക്കുടിയുടെ പേരിപ്പോ മാറ്റി വി.ഒ. ചിദംബരനാർ പോർട്ട് എന്നാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഗതാഗതം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയും കൂടെ മുഴുവൻ കാണുക. ഗതാഗതത്തിലെ എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും റിവൈസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക്